ദിവസം ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെതിരെ SFI പ്രതിഷേധത്തിൽ പോലീസ് സമരക്കാരായ SFI നേതാക്കളെ അടിക്കാതെ കെഞ്ചി വിളിച്ചുകൊണ്ട് പോകുന്ന കാഴ്ചകൾ നമ്മൾ കണ്ടിരുന്നു. മുണ്ടൂരിപ്പോയ ആർഷോയ്ക്ക് മുണ്ടെടുത്തു കൊടുത്തും ഉടുപ്പിച്ചു കൊടുത്തുമൊക്കെ ആർഷോയെ പോലീസ് സമാധാനിപ്പിച്ചു കൊണ്ടുപോകുന്ന കാഴ്ചകളൊക്കെയാണ് നമ്മൾ കണ്ടത്. അതിന്റെ ട്രോളുകളൊക്കെ ഇപ്പോഴും സോഷ്യൽ മീഡിയയിൽ ഓടിക്കളിക്കുന്നുണ്ട്. അതേസമയം നവകേരള സദസ്സിനെതിരെ കരിങ്കൊടി കാണിച്ചത് KSU പ്രവർത്തകരെ പോലീസ് ഒരു ദാക്ഷിണ്യവും കൂടാതെ തല്ലി തല പൊട്ടിച്ച കാഴ്ചയെ നമ്മൾ കണ്ടിരുന്നു. അതായത് ഇതിൽ നിന്ന് മനസ്സിലായത് മുഖ്യന്റെ പാർട്ടി പിള്ളേരെ തൊടാൻ മുഖ്യമന്ത്രി സമ്മതിക്കില്ല എന്നതാണ്. അങ്ങനെ പലതരം രക്ഷാപ്രവർത്തനം നമ്മൾ ഇതിനോടകം തന്നെ കണ്ടു കഴിഞ്ഞിരിക്കുകയാണ്. ഇപ്പോഴത്തെ യൂത്ത് കോൺഗ്രസിന്റെ സെക്രട്ടേറിയറ്റ് മാർച്ചിനിടെ വനിതാ പ്രവർത്തകയെ പോലീസ് തല്ലിച്ചതയ്ക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ തലസ്ഥാനം 2 ദിവസമായി യുദ്ധക്കളമായി മാറിയിരിക്കുകയാണ്. SFI സമരത്തെ താലോലിച്ച് ഓമനിച്ച പിണറായി പോലീസ് യൂത്ത് കോൺഗ്രസുകാരുടെ തലക്കടിച്ച് പൊട്ടിക്കുന്നതും പെൺകുട്ടികളുടെ വസ്ത്രം വലിച്ചു കീറുന്നതും കേരളം കാണുന്നുണ്ടെന്നാണ് ഷാഫി പറമ്പിൽ പ്രതികരിച്ചുകൊണ്ടുവരുന്നത്. പോലീസിന്റെ പണിയെടുത്താൽ അംഗീകരിക്കുമെന്നും പാർട്ടി ഗുണ്ടകളുടെ പണിയെടുത്താൽ പ്രതിരോധിക്കുമെന്നാണ് ഷാഫി പറമ്പിൽ വ്യക്തമാക്കുകയും ചെയ്തത്. പുതിയ പിള്ളേർ സ്ട്രോങ് ആണ്, ഡബിൾ സ്ട്രോങ്. സമരങ്ങളിലും സംഘാടനത്തിലും സേവനത്തിനും അവരുടെ കൂടെ ഉണ്ടാകുമെന്നാണ് ഷാഫി പറമ്പിൽ പറയുകയും ചെയ്തത്. ഷാഫി പറമ്പിൽ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയാണ് ഈ കാര്യം അറിയിച്ചിരിക്കുന്നത്. ഷാഫി പറമ്പിലെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇങ്ങനെയാണ്: വാ മോനെ ആർഷോ, ഓമനിക്കലുകളല്ല, എന്തിനാ മോളെ കരയണേ, താലോലിക്കലുമല്ല, സമരസപ്പെടാത്ത സമരം എന്ന് ഷാഫി പറമ്പിൽ കുറിച്ചു. കാലിക്കറ്റ് സർവകലാശാലയിൽ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെതിരെ SFI നടത്തിയ സമരത്തെക്കുറിച്ചാണ് പരാമർശം നടത്തിയത്. യൂത്ത് കോൺഗ്രസിന്റെ സെക്രട്ടേറിയറ്റ് മാർച്ചിനിടെയാണ് തലസ്ഥാനം അങ്ങനെ യുദ്ധക്കളമായത്. സർക്കാരിന്റെ തിരുവനന്തപുരം ജില്ലയിലെ നവകേരള സദസ്സ് ആരംഭിക്കാനിരിക്കെയായിരുന്നു പ്രതിഷേധം. നവകേരള സദസ് പര്യടനത്തിനിടെ കരിങ്കൊടി കാട്ടിയ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ മർദ്ദിച്ചതിൽ പ്രതിഷേധിച്ചായിരുന്നു മാർച്ച്. 3 പോലീസ് വാഹനങ്ങളുടെ ചില്ല് അടിച്ചു തകർത്തും കണ്ടോൺമെന്റ് SI ഉൾപ്പെടെ 8 പോലീസുകാർക്കും നിരവധി യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്കും ഇതിൽ പരിക്കേൽക്കുകയും ചെയ്തു. അതിനിടെ DGP ഓഫീസിലേക്ക് മാർച്ച് നടത്തിയ KSU പ്രവർത്തകരെ പോലീസ് മൃഗീയമായി ആക്രമിക്കുകയും ചെയ്തു. ഇതിനെതിരെ പ്രതികരിച്ചുകൊണ്ട് പ്രതിപക്ഷ നേതാവ് VD സതീശനും രംഗത്തുമെത്തി. വിദ്യാർത്ഥി നേതാക്കളെ മാർച്ച് ഉദ്ഘാടനം ചെയ്ത മാത്യു കുഴൽനാടൻ MLA ക്രൂരമായി തല്ലിച്ചതച്ചു. മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് പോലീസിനെ നിയന്ത്രിക്കുന്ന ഉപജാപ സംഘത്തിന്റെ നിർദ്ദേശപ്രകാരമായിരുന്നു ഇതെന്നുമാണ് VD സതീശൻ ആരോപിച്ചത്. SFI പ്രവർത്തകരുടെ സമരത്തെ വാത്സല്യത്തോടെ നേരിടുന്ന പോലീസ് KSU പ്രവർത്തകരെ ക്രൂരമായി തല്ലിച്ചതയ്ക്കുന്നു. ഇത് ഇരട്ട നീതിയാണ്. കണക്ക് ചോദിക്കാതെ ഒരു കാലവും കടന്നു പോകില്ല എന്നും അത് ഓർക്കണമെന്നുമാണ് സതീശൻ വെല്ലുവിളിച്ചുകൊണ്ട് പറഞ്ഞത്. നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട് നടന്ന മുഴുവൻ ആക്രമണങ്ങളുടെ ഉത്തരവാദി മുഖ്യമന്ത്രിയാണെന്നും VD സതീശൻ പറയുകയും ചെയ്തു. അതേസമയം അക്രമവാസന കൈമുതലായുള്ള SFIക്കാരെ ഭാവിയുടെ വാഗ്ദാനമായി കാണുന്ന മുഖ്യമന്ത്രി KSU വിദ്യാർത്ഥികളോട് തരംതിരിവ് കാട്ടുകയും മൃഗീയമായി തല്ലിച്ചതയ്ക്കുകയും പോലീസിന് നിർദ്ദേശം നൽകുകയും ചെയ്തെന്നാണ് K സുധാകരൻ പറഞ്ഞത്. KSU പ്രവർത്തകർക്ക് നേരെ പോലീസ് നടത്തിയത് തെമ്മാടിത്തരമാണെന്നും പ്രതിഷേധക്കാരെ തലക്കടിച്ച് വീഴ്ത്താൻ നിർദ്ദേശം നൽകിയത് മുഖ്യമന്ത്രിയുടെ ഓഫീസാണെന്നും പോലീസ് KSU പ്രവർത്തകർക്കെതിരെ ലാത്തി ചാർജ് നടത്തിയത് മുൻകൂട്ടി നിശ്ചയിച്ചത് പ്രകാരമാണ്, കുട്ടികളാണെന്ന പരിഗണന പോലും നൽകാതെയാണ് അവരെ തല്ലി ചതച്ചത്, ആൺപെൺ ഭേദമില്ലാതെ കണ്ണിച്ചോരയില്ലാത്ത വിധം തല്ലിച്ചതച്ചു. പ്രതിഷേധ മാർച്ച് ഉദ്ഘാടനം ചെയ്ത മാത്യു കുഴൽനാടനെ ഒരു ജനപ്രതിനിധി എന്ന പരിഗണന പോലും നൽകാതെ പോലീസ് മർദ്ദിച്ചത് പ്രതിഷേധാർഹമാണെന്നും സുധാകരൻ പറഞ്ഞു. KSU അധ്യക്ഷ അലോക്ഷ്യ സേവർ ഉൾപ്പെടെ നിരവധി പ്രവർത്തകർക്ക് ലാത്തി ചാർജിൽ പരിക്കേൽക്കുകയും ചെയ്തു. പരിക്കേറ്റ കുട്ടികളെ ആശുപത്രിയിലേക്ക് മാറ്റാനും പോലീസ് തയ്യാറായില്ല. പോലീസ് ജലപീരങ്കിക്കൊപ്പം ലാത്തി ചാർജും അങ്ങനെ അഴിച്ചുവിടുകയായിരുന്നു. കലാപാഹ്വാനം നടത്തിയ മുഖ്യമന്ത്രിക്കെതിരെ കേസെടുക്കുന്നതിന് പകരം കുട്ടികളെ സംരക്ഷിക്കാൻ തെരുവിലിറങ്ങിയ പ്രതിപക്ഷ നേതാവിനെതിരെയാണ് കേസെടുത്തത്. വിരോധാഭാസമാണ്. കേസും ലാത്തിയും എല്ലാം കോൺഗ്രസ് ഒരുപാട് കണ്ടിട്ടുള്ളതാണ്. കോൺഗ്രസ് കണക്ക് ചോദിക്കാൻ ഇറങ്ങുമ്പോൾ ഇതേ വീര്യം അപ്പോഴും പോലീസ് കാട്ടണം. പിണറായിയുടെ പദസേവ ചെയ്യുന്ന പോലീസുകാർക്ക് അർഹിക്കുന്ന കൂലി എന്തായാലും കോൺഗ്രസ് നൽകുമെന്നും K സുധാകരൻ പറഞ്ഞു.